നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഇനി മുതൽ KSRTCയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ സാധിക്കും. യാത്രക്കാർക്ക് വേഗത്തിലും ലളിതമായും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും വിധമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ക്രമീകരിച്ചിരിക്കുന്നത്. ചാറ്റിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. 9447071021 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ചാറ്റിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പ്രത്യേക ആപ്പോ രജിസ്ട്രേഷനോ ഇതിന് ആവശ്യമില്ലാത്തതിനാൽ ഏതൊരാൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുന്നതാണ്. യാത്രാമാർഗം, തീയതി, സർവീസ്, സീറ്റ് എന്നിവ നൽകി സുരക്ഷിതമായ ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ബുക്കിംഗ് നടപടിക്രമവും വാട്സപ്പ് ചാറ്റിലൂടെ പൂർത്തിയാക്കാനാകും. ബുക്കിംഗ് കഴിഞ്ഞാൽ ഈ ടിക്കറ്റും PNR വിവരങ്ങളും അതേ ചാറ്റിൽ തന്നെ ലഭിക്കും. മെട്രോ റെയിൽ മാതൃകയിലാണ് KSRTCയിലും AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് സംവിധാനം വഴി വാട്സപ്പ് ടിക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. ആശയവിനിമയത്തിന് വിവിധ ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷും ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും ക്രമീകരണം. ഇത് സാധാരണക്കാർക്കും വളരെ ലളിതമായി ടിക്കറ്റ് ബുക്കിംഗ് നടത്താൻ ഈ ഒരു പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കഴിയും. യാത്രാ സംബന്ധമായ സഹായങ്ങൾക്കും പരാതികൾക്കും നിർദ്ദേശങ്ങൾക്കും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന KSRTC ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പർ 149 ലഭ്യമാണ്. KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾക്ക് ഓൺലൈൻ റിസർവേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിനകത്തേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അധിക അന്തർ സംസ്ഥാന സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ചും അധിക സർവീസുകൾ നടത്തും. 2026 ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകളും ഉണ്ടാകും. എല്ലാ പ്രത്യേക സർവീസുകൾക്കും ഓൺലൈൻ റിസർവേഷൻ സൗകര്യം ലഭ്യമാണ്. യാത്രക്കാർക്ക് www.kerala.rtc.com, എൻ്റെ KSRTC NEO OPRS മൊബൈൽ ആപ്പ് കൂടാതെ സംസ്ഥാനത്തെ എല്ലാ KSRTC റിസർവേഷൻ കൗണ്ടറുകൾ വഴിയും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, രാജ്യത്തെ പുതിയ തൊഴിലുറപ്പ് നിയമങ്ങൾ ആരംഭിക്കുന്നു. അതായത് പുതിയ സംവിധാനത്തിലുള്ള പുതിയ രീതിയിലുള്ള തൊഴിലുറപ്പ് ജോലികൾ, അതുപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ, തൊഴിലുറപ്പിലെ കൂലി എന്നിവയിലെല്ലാം തന്നെ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ദിനങ്ങൾ ഇതുവരെ 100 ആയിരുന്നെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് 125 ആയിട്ടുണ്ട്. ഒപ്പം ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് ഇനി മുതൽ പ്രവൃത്തികൾ വരുന്നത്. അതേസമയം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 100% കൂലി ചെലവ് വഹിച്ചിരുന്നിടത്ത് ഇനി മുതൽ 60% മാത്രമേ വഹിക്കുകയുള്ളൂ എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാൻ സാധിക്കും. ജോലി ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകം തൊഴിൽ നൽകണമെന്നാണ് വ്യവസ്ഥ. അത് നടന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടി വരും. തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് കൂലി നേരിട്ട് ആഴ്ചാടിസ്ഥാനത്തിലോ പരമാവധി 15 ദിവസത്തിനകമോ കൈമാറണം. കാലതാമസം വരുത്തിയാൽ പ്രതിദിനം 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. പദ്ധതിയിൽ അംഗമാകുന്ന തൊഴിലാളികളുടെ കൂലി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു നിരക്ക് തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി അടിസ്ഥാന സൗകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ വരിക. ഈ വിഭാഗങ്ങളിലായുള്ള 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി മുതൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലെ ജോലികൾ അനുവദിക്കില്ല. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ്. പണികളുടെ പരിശോധന പഞ്ചായത്ത് തലത്തിലാണ് നടക്കുക. പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന തൊഴിൽ കാർഡിന്റെ കാലാവധി 3 വർഷമാണ്. കാലാവധി പൂർത്തിയായാൽ പുതുക്കുകയും ചെയ്യാം. മുതൽ പണിയെടുത്തു എന്നുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ക്രമക്കേടുകൾ തടയുന്നതിനായി ബയോമെട്രിക് പഞ്ചിങ്, ജിയോ സ്പെഷ്യൽ ട്രാക്കിംഗ്, തത്സമയ ഡാഷ്ബോർഡുകൾ എന്നിവ പദ്ധതിയിൽ നിർബന്ധവുമാക്കിയിട്ടുണ്ട്. പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 24ാമത് ഗഡു ഇനി അക്കൗണ്ടുകളിലേക്ക് വരാനിരിക്കുകയാണ്. ഒരു വർഷത്തിൽ 6000 രൂപയാണ് ഈ ഒരു പദ്ധതിയിലൂടെ നൽകുന്നത്. അത്തരത്തിൽ ഇതുവരെ 23ഓളം ഗഡു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. 4 മാസത്തെ ഇടവേളകളിലായി 2000 രൂപ വെച്ചാണ് ഗുണഭോക്താക്കൾ
ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത്. ഓരോ കർഷകരെയും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളെയും സംബന്ധിച്ച് ഈ ഒരു തുക വളരെയധികം ആശ്വാസകരവുമാണ്. KYC നിർബന്ധമായും ഓരോ ഗുണഭോക്താവും ചെയ്തിരിക്കണം. ആധാർ സീഡിംഗ്, കർഷക ID എന്നിവയും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഒരു കർഷകരാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ID ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഭാവിയിൽ കർഷക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കായിരിക്കും. ഇനി അടുത്ത 24ാമത് ഗഡു ഒക്ടോബർ മാസം അവസാന വാരത്തിലാണ് ലഭിക്കുക എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്, ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം, അതുപോലെ തന്നെ മറ്റ് സർക്കാർ സഹായങ്ങൾ എന്നിവയൊക്കെ വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കടമെടുപ്പ് നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 20ാം തീയതിക്ക് ശേഷം ഈ ഒരു പെൻഷൻ തുക വിതരണം ഉണ്ടായിരിക്കും. അതായത് ഓണത്തിന് മുൻപ് തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും. ആ ഒരു തുക കൊടുത്തു തീർക്കുവാനുള്ള നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത്. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. 2 മാസത്തെ തുക വിതരണത്തെ സംബന്ധിച്ച് ഇതുവരെ അറിയിപ്പുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.